പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഈ പെന്തക്കൊസ്തി കാലയളവിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെയും ഫലങ്ങളെയും കുറിച്ച് ധ്യാനിക്കാം. അഭിഷേകം സിദ്ധിച്ചവരായി, ആത്മാവിൻ്റെ വരദാനങ്ങൾ നിറഞ്ഞവരായി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ എങ്ങനെ സാധിക്കുമെന്നും, അങ്ങനെ നവമായ ഒരു പെന്തക്കൊസ്തി അനുഭവത്തിലേക്ക് എങ്ങനെ നമുക്ക് വളരാൻ സാധിക്കുമെന്നും നമുക്ക് ധ്യാന വിഷയമാക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാണ് പെന്തക്കൊസ്തി അനുഭവത്തിലേക്ക് വളരുന്നതിന് നമ്മെ സഹായിക്കുന്നത്. അരൂപിയും അദൃശ്യനുമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് എങ്ങനെ അറിയാനും അനുഭവിക്കാനും സാധിക്കും? പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ വഴിയും മനുഷ്യ ഹൃദയങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലുമുള്ള അവിടുത്തെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ വഴിയും നമുക്ക് അവിടുത്തെ തിരിച്ചറിയാനും അനുഭവിക്കാനും സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സ്വീകരിച്ചു വളർന്ന് ആത്മഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് നാം അവിടുത്തെ സാക്ഷികളായി ജീവിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എന്തെല്ലാമെന്ന് പറയുന്നു. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. 1 കൊരിന്ത്യോസ് 12:8-11 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെക്കുറിച്ചും വരങ്ങളെക്കുറിച്ചും കൂടുതൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ 7 ദൈവഭക്തി, ദൈവഭയം, ആത്മധൈര്യം, ബുദ്ധി, അറിവ്, ജ്ഞാനം, ആലോചന. 1 ദൈവഭക്തി. ദൈവഭക്തിയാണ് ദൈവത്തോടുള്ള നമ്മുടെ യഥാർത്ഥ ആത്മബന്ധം വ്യക്തമാക്കുന്നത്. ദൈവഭക്തി ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആരംഭമാണ്. 2 ദൈവഭയം. ദൈവഭയത്തെ 3 അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 1 ദൈവത്തോടുള്ള ഭക്തിയിൽ നിന്നും ബഹുമാന ആദരവുകളിൽ നിന്നും ഉണ്ടാകുന്ന ഭയം. 2 ദൈവത്തിന്റെ സ്നേഹ ഹൃദയത്തെ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിക്കാൻ ഇടയാകുമോ എന്ന ഭയം. 3 പാപികൾക്കുണ്ടാകുന്ന ദൈവം ശിക്ഷിക്കുമെന്നോർത്തുള്ള ഭയം. ആദ്യത്തെ 2 അഭിലഷണീയമായ ദൈവഭയം. അത് 2 പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതിന് 3-ാമത്തേതെങ്കിലും വേണം. പരിശുദ്ധാത്മാവിന്റെ ദാനം ആത്മധൈര്യം. ഇത് നന്മ ചെയ്യുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഭീരുത്വം പലപ്പോഴും നന്മ ചെയ്യുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കും. എന്നാൽ ആത്മധൈര്യം നന്മ ചെയ്യുന്നതിന് പ്രചോദനമരുളുകയും നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ബുദ്ധി, അറിവ്, ജ്ഞാനം, ആലോചന എന്നീ 4 ദാനങ്ങളും ബൗദ്ധിക ദാനങ്ങളാണ്. ഇന്റലക്ച്വൽ ഗിഫ്റ്റ്. ഇതിൽ ബുദ്ധി അഥവാ നോളജ് ദൈവത്തെ അറിയുന്നതിന് നമ്മെ സഹായിക്കും. എന്നാൽ അണ്ടർസ്റ്റാൻഡിങ് അഥവാ അറിവ് ആശയപരമായ ബൗദ്ധിക അറിവിനപ്പുറത്ത് അനുഭവിച്ചറിയുന്നതിന്, അനുഭവജ്ഞാനത്തിലേക്ക് വളരുന്നതിന് നമ്മെ സഹായിക്കും. ദൈവജ്ഞാനം ദൈവനിവേശിതമായ അറിവാണ്. ജ്ഞാനമാണ് ശരിയും തെറ്റും തിരിച്ചറിയുന്നതിനും ദൈവഹിതം തിരിച്ചറിയുന്നതിനും നമ്മെ സഹായിക്കുന്നത്. ജ്ഞാനം സ്വർണത്തെയും വെള്ളിയെയും കാൾ അമൂല്യമാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടും. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ മിത്രങ്ങളും പ്രവാചകരുമാകും. ജ്ഞാനം 7:27. ദൈവം എന്തിനേക്കാളുമുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു എന്നാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 7:28 പറയുന്നത്. കർത്താവിന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുകയും അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുകയും ചെയ്യുന്നവർക്ക് ജ്ഞാനം ലഭിക്കും. ജ്ഞാനത്തിന്റെ പുസ്തകം 6:11. ജ്ഞാനത്തെ സ്നേഹിക്കുകയും അവളെ തേടുകയും ചെയ്യുന്നവർ നിഷ്പ്രയാസം അവളെ കണ്ടെത്തും. തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. ജ്ഞാനം 6:12-13 വാക്യങ്ങൾ. ജ്ഞാനം 6:24. യഥാർത്ഥ ജ്ഞാനികൾക്കാണ് ആലോചന വരം ലഭിക്കുന്നത്. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ദൈവ തിരുഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച്
വിവേചിച്ചറിയാനും ആത്മാക്കളെ വഴികാട്ടി നയിക്കാനുമുള്ള വരം ജ്ഞാനികൾക്കാണ് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സ്വീകരിക്കുന്നതിന് നാം പ്രാപ്തരാകുന്നത് പുണ്യങ്ങളിലുള്ള വളർച്ചയിലൂടെയാണ്. പുണ്യങ്ങളിൽ വളരുന്നവർക്കാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ തിരിച്ചറിയാനും സ്വീകരിക്കാനും കഴിയുന്നത്. പാപത്തിൽ കഴിയുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ തിരിച്ചറിയാനോ സ്വീകരിക്കാനോ കഴിയുകയില്ല. പുണ്യങ്ങളിലുള്ള വളർച്ച പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സ്വീകരിച്ച് അതിവേഗം വളരുന്നതിന് നമ്മെ സഹായിക്കും. വിശ്വാസം, പ്രത്യാശ, ഉപവി എന്നീ 3 ദൈവിക പുണ്യങ്ങളും വിവേകം, നീതി, മനസ്ഥൈര്യം, സംയമനം എന്നീ 4 സാൻമാർഗിക പുണ്യങ്ങളുമാണുള്ളത്. ഈ പുണ്യങ്ങളിൽ വളരുന്നതിന് ദൈവകൃപയും മനുഷ്യന്റെ സഹകരണവും പരിശ്രമവും അനിവാര്യമാണ്. പുണ്യങ്ങളിൽ വളരുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സ്വീകരിച്ച് അതിവേഗം വളരാൻ സാധിക്കും. 1 കൊരിന്ത്യർ 12:4 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നു, ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്കു വേണ്ടിയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ദൈവം നൽകുന്നത് പൊതു നന്മയ്ക്കാണ്. ഓരോരുത്തർക്കും ദൈവം വ്യത്യസ്ത വരങ്ങളാണ് നൽകുന്നത്. ദാനങ്ങൾ എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. വരങ്ങൾ പൊതു നന്മയ്ക്കു വേണ്ടി ദൈവം ചില വ്യക്തികൾക്ക് നൽകുന്നതാണ്. പൗലോസ്ലീഹ വിവിധ വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. രോഗശാന്തി വരം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം, പ്രവചിക്കാനുള്ള വരം, ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കഴിവ്, ഭാഷാവരം, വ്യാഖ്യാനത്തിനുള്ള വരം. ഇങ്ങനെ ദൈവം തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക വരങ്ങൾ നൽകുന്നു. പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾക്കും പുറമെ ഈ വിവിധങ്ങളായ വരങ്ങൾ ദൈവം സഭയുടെ വളർച്ചയ്ക്കു വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി നൽകുന്നതാണ്. ഒരു ശരീരത്തിൽ പല അവയവങ്ങളുള്ളതുപോലെ കർത്താവിന്റെ സഭാഗാത്രത്തിൽ ഓരോരുത്തർക്കും കർത്താവ് പ്രത്യേക വരങ്ങളും ദാനങ്ങളും നൽകുന്നു. ഈ വരങ്ങളെക്കുറിച്ചും ദാനങ്ങളെക്കുറിച്ചും പറയുമ്പോൾ പൗലോസ്ലീഹ കൊറിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യം മുതൽ പറയുകയാണ്, ദൈവം സഭയിൽ 1-ാമത് അപ്പസ്തോലന്മാരെയും 2-ാമത് പ്രവാചകന്മാരെയും 3-ാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, സഹായകർ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവയെയും നിയമിച്ചിരിക്കുന്നു. എല്ലാവർക്കും അത്ഭുതം പ്രവർത്തിക്കാനോ രോഗശാന്തി വരമോ ദൈവം നൽകുന്നില്ല. വിവിധ വരങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം 1 കൊരിന്ത്യർ 12-ാം അധ്യായം 31-ാം വാക്യത്തിൽ ശ്ലീഹ പറയുകയാണ്, ഉത്കൃഷ്ടമായ ദാനങ്ങൾക്കു വേണ്ടി തീഷ്ണമായി അഭിലഷിക്കുവിൻ. ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഉത്തമമായ മാർഗം സ്നേഹത്തിന്റെ മാർഗമാണെന്നാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ ശ്ലീഹ പറയുന്നത്. സ്നേഹം സർവോത്കൃഷ്ടമാണ്. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും ക്ഷമിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. സ്നേഹമാണ് സർവോത്കൃഷ്ടം. പ്രവചനവരത്തെക്കുറിച്ചും ഭാഷാവരത്തെക്കുറിച്ചും തുടർന്ന് 14-ാം അധ്യായത്തിൽ ശ്ലീഹ വ്യക്തമായി പറയുന്നു. പ്രവചനവരത്തിന് ശ്ലീഹ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ലഭിക്കുന്നവർ കൂടുതൽ സമൂഹത്തിൽ ആദരണീയരായി കരുതപ്പെടുന്നുണ്ട്. വരങ്ങളാണ് പ്രധാനപ്പെട്ടതെന്ന് പലരും ധരിക്കുന്നു. യാഥാർത്ഥ്യം
അങ്ങനെയല്ല. അത്ഭുതങ്ങൾ നമ്മിലൂടെ സംഭവിക്കുമ്പോൾ നമ്മൾ ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നൊക്കെ ചിന്തിച്ചു പോകാം. പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ലഭിക്കുന്നവർ അഹങ്കാരികളായി സ്വാർത്ഥമതികളായി തീരാറുമുണ്ട്. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, ദൈവിക പുണ്യങ്ങളിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിറഞ്ഞ് ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കുന്നവരുടെ സാന്നിധ്യം ചുറ്റും ദൈവ ചൈതന്യം പ്രസരിപ്പിക്കും. യാതൊരു അത്ഭുതവും മറ്റുള്ളവർ കാണുകെ അവരിലൂടെ സംഭവിക്കുന്നില്ല. പുണ്യങ്ങളിൽ വളർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ നിറഞ്ഞ വ്യക്തികളിലൂടെ ദൈവം ഒത്തിരി നന്മ പ്രവർത്തിക്കും. അവരുടെ പേരിൽ ഈ നന്മ അറിയപ്പെട്ടെന്നും വരില്ല. അവരുടെ ജീവിതത്തിലൂടെ നിരവധി നന്മകൾ ദൈവം പ്രവർത്തിക്കും. ആധ്യാത്മിക വളർച്ചയുടെ ലക്ഷണങ്ങൾ വരങ്ങളാണ് എന്ന് ധരിക്കുന്നവരുണ്ട്. അല്ല, നിശബ്ദരായി ആരാലും അറിയപ്പെടാതെ നിരവധി നന്മ ചെയ്തു പോകുന്ന അനേകരുണ്ട്. മനുഷ്യരുടെ മുന്നിൽ അവരുടെ നന്മകൾ അംഗീകരിക്കപ്പെട്ടെന്ന് വരില്ല. പക്ഷെ അവരിലൂടെ ദൈവം നിർവഹിക്കുന്ന പ്രവൃത്തികൾ നിരവധിയാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത് പോലെ ഉത്കൃഷ്ടമായ ദാനങ്ങൾക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പുണ്യങ്ങളിൽ വളർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ അലങ്കൃതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് വീരോചിത പുണ്യത്തിൽ വളരാനും ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെ ഈ ഫലങ്ങളിലേക്ക് നമുക്ക് വളരാമെന്നും ചിന്തിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സ്വീകരിച്ച് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം നയിച്ച് ആത്മഫലങ്ങളാൽ നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമകളായി മാറണം നാം. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ 9 ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ് ഈ 9 ഫലങ്ങൾ. ഇതിൽ സ്നേഹം, ആനന്ദം, ആത്മസംയമനം എന്നീ 3 ഫലങ്ങളെയും കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാന വിഷയമാക്കാം. ഈ 3 ഫലങ്ങളുമാണ് ആത്മഫലങ്ങളുടെ എല്ലാം അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. അതിനാൽ ഈ 3 ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെട്ടാൽ മറ്റ് ഫലങ്ങളും രൂപപ്പെട്ടുകൊള്ളും. ഒന്നാമത്തേത് സ്നേഹം. ആത്മാവിന്റെ ഫലമായ സ്നേഹം മനുഷ്യനിലെ സ്വാഭാവിക സ്നേഹമല്ല, പിന്നെയോ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന ദൈവ സ്നേഹമാണ്. റോമ 5:5. സ്നേഹം 3 വിധത്തിലുണ്ട്. ഒന്ന്, നമുക്ക് ഇഷ്ടമുള്ളതിനെയും ഇഷ്ടമുള്ളവരെയും സ്നേഹിക്കുന്ന രീതി. ഇത് യഥാർത്ഥ സ്നേഹമല്ല, മനുഷ്യനിലെ വൈകാരിക ആസക്തിയും മൃഗീയ ഭാവവുമാണ്. രണ്ടാമതായി, നന്മയെ സ്നേഹിക്കാനും തിന്മയെ വെറുത്തുപേക്ഷിക്കാനുമുള്ള മനുഷ്യനിലെ സ്വാഭാവിക കഴിവായ സ്നേഹം. നന്മയെ സ്നേഹിക്കാനും തിന്മയെ വെറുത്തുപേക്ഷിക്കാനുമുള്ള മനുഷ്യനിലെ സ്വാഭാവിക കഴിവ്. മൂന്നാമതായി, ആത്മദാനം ചെയ്യുന്ന നിസ്വാർത്ഥമായ വ്യവസ്ഥകളില്ലാത്ത അതിസ്വാഭാവിക സ്നേഹം. ദൈവത്തെ പോലെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാനുള്ള കഴിവ് മനുഷ്യനിലെ ദൈവിക ഛായയിൽ തന്നെ അന്തർലീനമാണ്. ഈ കഴിവിനോടൊപ്പം പരിശുദ്ധാത്മാവ് നമ്മിൽ വർഷിക്കുന്ന ദൈവിക സ്നേഹവും കൂടെ ചേർന്നതാണ് ആത്മഫലമായ സ്നേഹം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാൻ 15:12. ഈ കർത്തൃകൽപ്പന പാലിക്കുന്നതിന് നമ്മെ പ്രാപ്തരാക്കുന്നതും ആത്മാവിന്റെ ഫലമായ സ്നേഹമാണ്. 1 കൊറിന്ത്യോസ് 13:4 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ ഈ സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. മനുഷ്യനിലെ സ്വാഭാവിക സ്നേഹത്തിന്റെ തലത്തിൽ നിന്ന് സ്നേഹത്തിന്റെ ഈ 3ാമത്തെ തലത്തിലേക്ക്,
ആത്മാവിൻ്റെ ഫലമായ സ്നേഹത്തിലേക്ക് നാം വളരണം. നന്മയെ സ്നേഹിക്കാനും തിന്മയെ വെറുക്കാനും ദൈവം തന്ന കഴിവിനെ നമുക്കിഷ്ടമുള്ളതിനെ സ്നേഹിക്കുകയും ഇഷ്ടമില്ലാത്തതിനെ വെറുക്കുകയും ചെയ്യുന്ന മനുഷ്യനിലെ ആ വൈകാരിക സ്നേഹത്തിൻ്റെ തലത്തിലേക്കും മൃഗീയ ഭാവത്തിലേക്കും പലപ്പോഴും നാം തരം താണു പോകാറുണ്ട്. സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ തലം നമ്മളിലെ സ്വാഭാവിക കഴിവാണ്. അതിൽ നിന്ന് ഒന്നാമത്തെ തലത്തിലേക്ക് മൃഗീയ ഭാവത്തിലേക്ക് തരം താഴാതിരിക്കാനും മൂന്നാമത്തെ സ്നേഹത്തിലേക്ക് ദൈവിക സ്നേഹത്തിന്റെ തലത്തിലേക്ക് നിരന്തരം വളരാനും നമുക്ക് പരിശ്രമിക്കാം. അടുത്തതായി ആത്മാവിന്റെ ഫലമായ ആനന്ദം. യോഹന്നാൻ 15:11 യേശു തന്റെ ശിഷ്യരോട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. യോഹന്നാൻ 15:10-11 വാക്യങ്ങൾ. ഇവിടെ എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. സന്തോഷമെന്ന് മലയാളത്തിൽ പറഞ്ഞേക്കുന്നതും ഇംഗ്ലീഷിൽ ജോയ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് യുവർ ജോയ് മേ ബി കംപ്ലീറ്റ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആനന്ദം പൂർണ്ണമാകാൻ എന്നതാണ് ശരി. സന്തോഷം വന്നും പോയും ഇരിക്കും. ആനന്ദം നമ്മിൽ ആഴത്തിൽ നിലകൊള്ളുന്നതാണ്. യോഹന്നാൻ 16 കർത്താവ് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഇവിടെയും സന്തോഷം എന്നത് ജോയ്, ആനന്ദം എന്നാണ്. ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. ഈ ആനന്ദം ഉദ്ധിതനായ കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുന്ന ആനന്ദമാണ്. ദുഃഖത്തിനു മധ്യേ പോലും നിലനിൽക്കുന്ന ആനന്ദമാണ്. ദുഃഖം സന്തോഷമായി മാറുന്ന അനുഭവം. ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുമെന്ന് പറയുന്നത് ഉദ്ധിതനായ കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ്. ഉദ്ധിതനായ കർത്താവ് തൻ്റെ ശിഷ്യരെ സന്ദർശിക്കും, അപ്പോൾ അവരുടെ ദുഃഖം സന്തോഷമായി മാറും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 20:19 മുതലുള്ള വാക്യങ്ങളിൽ ഉദ്ധിതനായ കർത്താവ് ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ ആനന്ദിച്ചു. യേശുവിനെ കണ്ട് ശിഷ്യർ സന്തോഷിച്ചു. ദേ റിജോയ്സ്ഡ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. ദേ റിജോയ്സ്ഡ്, അവർ അത്യധികം ആനന്ദിച്ചു. അതായത് ഉദ്ധിതനായ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവരനുഭവിച്ച ആനന്ദമാണിത്. യേശു പറയുന്നത്, ഈ ആനന്ദം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. ആത്മസംയമനത്തെക്കുറിച്ചുകൂടെ നമുക്ക് ഇന്ന് ധ്യാന വിഷയമാക്കാം. എന്താണ് ആത്മസംയമനം? ജഡിക സുഖങ്ങൾക്കും ഭക്ഷണപാനീയങ്ങൾക്കും ലൗകിക സുഖഭോഗങ്ങൾക്കും ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടിയുള്ള നമ്മിലെ അമിതമായ ആസക്തികളെയും അഭിവാഞ്ചകളെയും നമ്മിലെ ദുർവികാരങ്ങളെയുമെല്ലാം നിയന്ത്രിക്കാൻ നമ്മെ സഹായിക്കുന്ന സാൻമാർഗിക പുണ്യമാണ് ആത്മസംയമനം. അതേസമയം ഇത് പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളിലൊന്നുമാണ്. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കാനും ജഡത്തിൻ്റെ അഭിനിവേശങ്ങളെ ആത്മാവിനാൽ നിഹനിക്കാനും വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ നിരന്തരം ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഗലാത്യർക്കെഴുതിയ ലേഖനം 5:16-18 വരെ, റോമർക്കെഴുതിയ ലേഖനം 8:4-16 വരെയുള്ള വാക്യങ്ങൾ. ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ പുണ്യത്തിൽ വളരാൻ നാം പരിശ്രമിക്കുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള പരിശുദ്ധാത്മാവിലൂടെ ആത്മസംയമനം ആത്മഫലമായി നമ്മിൽ രൂപപ്പെടും. അപ്പോൾ ആത്മസംയമനം നമുക്ക് വളരെ എളുപ്പമാവുകയും നമ്മുടെ അസ്തിത്വത്തിൽ ഇത് അലിഞ്ഞു ചേർന്ന് അതിവേഗം ഈ പുണ്യത്തിൽ വളരാനും ആത്മഫലം പുറപ്പെടുവിക്കാനും സാധിക്കും. ആത്മസംയമനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മിലെ അമിതമായ ആസക്തികളെയും ആഗ്രഹാഭിലാഷങ്ങളെയും ദുർവികാരങ്ങളെയും നിയന്ത്രിക്കുന്നതിനും സ്വഭാവ സംസ്കരണത്തിനും വ്യക്തിത്വ രൂപീകരണത്തിനും ആത്മസംയമനമെന്ന പുണ്യം അനിവാര്യമാണ്. ആത്മനിയന്ത്രണം പാലിക്കാനും സമചിത്തതയോടും ദീർഘക്ഷമയോടും കൂടെ അവസരോചിതമായി പെരുമാറാനും ഈ പുണ്യം നമ്മെ സഹായിക്കും.
നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിനും ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും ആത്മസംയമനം ഏറെ സഹായിക്കും. അതുപോലെ നമ്മിലും നമ്മുടെ ഭവനങ്ങളിലും സമൂഹത്തിലും സമാധാനം സ്ഥാപിക്കുന്നതിനും സമാധാനം നിലനിർത്തുന്നതിനും ആത്മസംയമനം അനിവാര്യമാണ്. ചുരുക്കത്തിൽ, ആത്മസംയമനമെന്ന പുണ്യം ആത്മഫലത്തിൻ്റെ തലത്തിലേക്ക് വളർന്നു കഴിയുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളായ സൗമ്യത, സ്നേഹം, ക്ഷമ, സമാധാനം, ആനന്ദം എന്നിവയും നമ്മിൽ വളരും. ആത്മസംയമനം വളർത്തിയെടുക്കാൻ നാം എന്തു ചെയ്യണം? പ്രഭാഷകൻ പറയുന്നു, അധമ വികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമ വികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്, അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിലൊന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി ഭിക്ഷക്കാരനായി തീരരുത്. പ്രഭാഷകൻ 18:30-33 വരെയുള്ള വാക്യങ്ങൾ. സമ്പത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് മതിയാവോളമുണ്ടെന്ന് മേനി പറയുകയും അരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. പ്രഭാഷകൻ 5:1-2 വാക്യങ്ങൾ. ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. ആത്മസംയമനം പാലിക്കാൻ ദൈവാശ്രയം നമ്മെ ഏറെ സഹായിക്കും. ദൈവാശ്രയമുള്ളവർക്ക് ഈ പുണ്യം കൃപാദാനമായി ആത്മാഭിഷേകമായി ലഭിക്കുകയും ചെയ്യും. നിർമതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും ദൈവകൃപ നമ്മെ പരിശീലിപ്പിക്കുന്നു. തീത്തോസ് 2:11-12 വാക്യങ്ങൾ. വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുന്നു, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. റോമ 13:13-14 വാക്യങ്ങൾ. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മദിരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുകയില്ല. യേശുക്രിസ്തുവിനുള്ളവൻ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. ഗലാത്യർ 5:16-26 വരെയുള്ള വാക്യങ്ങൾ. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിനു വേണ്ടിയാണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക്
ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. റോമ 8:4-13 വരെയുള്ള വാക്യങ്ങൾ. ആത്മാവിന്റെ ഫലമായ ആത്മസംയമനത്തിലേക്ക് വളരുന്നതിന് നമ്മെ സഹായിക്കുന്ന ചില തിരുവചന ഭാഗങ്ങൾ ഇവിടെ എടുത്തു പറയുന്നു. അവ നിരന്തരം ധ്യാനിച്ച് നമുക്ക് ഈ പുണ്യത്തിലും ആത്മഫലത്തിലും വളരാൻ പരിശ്രമിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 5:16-23 വരെയുള്ള വാക്യങ്ങൾ, റോമർക്കെഴുതിയ ലേഖനം 8:4-17 വരെയുള്ള വാക്യങ്ങൾ, 13:13-14 വാക്യങ്ങൾ, യെശയ്യാ 11:1-9 വരെ, പ്രഭാഷകൻ 5:1-2 വാക്യങ്ങൾ, 18:30-33 വരെ, തീത്തോസ് 2:11-12 വാക്യങ്ങൾ. ഈ തിരുവചന ഭാഗങ്ങൾ നിരന്തരം ധ്യാനിച്ചാൽ ആത്മസംയമനം എന്ന പുണ്യത്തിൽ വളർന്ന് അത് നമ്മിൽ ആത്മഫലമായി രൂപപ്പെടും. വീരോചിത പുണ്യത്തിന്റെ തലത്തിലേക്ക് വളരാനും സാധിക്കും. ആത്മസംയമനത്തിന് നമുക്ക് ഉത്തമ മാതൃക നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ജീവിതമാണ്. പൂർവ്വ യൗസേപ്പിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും മാതൃക അനുകരിക്കുന്നതും അവരുടെ മാധ്യസ്ഥം തേടുന്നതും ഈ പുണ്യത്തിലും ആത്മഫലത്തിലും വളരാൻ നമ്മെ ഏറെ സഹായിക്കും. അതോടൊപ്പം താഴെ പറയുന്ന കാര്യങ്ങൾ കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. 1. അമിത ആസക്തികളെ നിയന്ത്രിച്ച് മിതത്വവും ആത്മനിയന്ത്രണവും വിനയവും ദീർഘക്ഷമയും അഭ്യസിക്കുക. 2. പ്രധാന ഭക്ഷണത്തിനു പുറമെ ഇടയ്ക്കിടെയുള്ള ലഘുഭക്ഷണങ്ങളും പാനീയങ്ങളും ഒഴിവാക്കുക. 3. അത്യാവശ്യമില്ലാതെ ഭൗതിക വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്ന ശീലം ഒഴിവാക്കുക. 4. എല്ലാത്തിലും മിതത്വവും വർജനശീലവും വളർത്തിയെടുക്കുക. മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവരാകുക. 5. ഏറ്റവും നല്ലത് സ്വന്തമാക്കി സ്വയം ആസ്വദിക്കാനുള്ള ആർത്തി മാറ്റി അത് അപരനു വേണ്ടി മാറ്റിവെക്കുക. 6. ശരീരത്തിന്റെ ആവശ്യങ്ങളിൽ നിന്നൊഴിഞ്ഞ് വോളണ്ടറി അബ്സ്റ്റിനൻസ് ശീലിക്കുക. 7. ഉപവാസം, വർജന, സ്വയപരിത്യാഗം മുതലായവയുടെ സഹായത്തോടെ ജഡികാസക്തികളെ ജയിക്കുക. 8. വാശി, പ്രതികാരം, അസൂയ, വെറുപ്പ് മുതലായവ ഉപേക്ഷിച്ച് നിസ്വാർത്ഥ സ്നേഹം വളർത്തിയെടുക്കുക. 9. പഠനത്തിലൂടെയും പ്രാർത്ഥനാ ധ്യാനത്തിലൂടെയും അറിവും വിവേകവും ജ്ഞാനവും വളർത്തിയെടുക്കുക. 10. നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്കും സ്വർഗീയമായവയിലേക്കും ദൃഷ്ടി ഉറപ്പിക്കുക. 11. ആത്മാവിന്റെ മൃദുസ്വരത്തിന് ചെവി കൊടുക്കുക. ദൈവ ഇഷ്ടത്തെ സ്വന്തം ഇഷ്ടത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുക. 12. നല്ല ഒരുക്കത്തോടെ ആഴ്ചയിലൊരിക്കലുള്ള വിശുദ്ധ കുമ്പസാരവും ബലി ജീവിതവും പ്രേഷിത തീഷ്ണതയും വളർത്തുക. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാം. ആത്മാവിന്റെ ദാനങ്ങൾ കൊണ്ട് കർത്താവ് നമ്മെ നിറയ്ക്കട്ടെ. സർവശക്തൻ അതിനായി നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.